മണിമുല്ലകൾ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ ഏവരുടെയും മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു മനോഹരമായ കാഴ്ചയാണ് രഘുനാഥ് ടെൽവിയോയുടെ വീട്ടിലും ഉള്ളത്. പുതുപറമ്പ് കിണവക്കൽ സ്വദേശിയാണ് ഇദ്ദേഹം. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചകളിലേക്കും പിന്നീട് വിശേഷങ്ങളിലേക്കും കടക്കാം. എങ്ങനെയായിരുന്നു ഈ ഒരു മണിമുല്ല കൃഷി എന്നതിലേക്ക് വന്നത്? ഇതൊരു കൃഷിയല്ല, ഇതൊരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ കാണുന്നില്ലേ ചെടികളെല്ലാം നമ്മൾ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മണിമുല്ലയും വേണമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ചെടി കൊണ്ടു തന്നു. ഫസ്റ്റ് ആ ചെടി കൊണ്ടു തന്നപ്പോൾ എന്നോട് പറഞ്ഞ് രഘോട്ട അതിനൊരു പന്തലെല്ലോട്ട് നല്ല സൂപ്പറാക്കി വെച്ചാൽ നല്ല ഉഷാറാവും. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ പരിപാലിച്ചു. പക്ഷെ അത് ബൈ ചാൻസ് പോയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വേണമെന്നുള്ളത്. അങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു, സാധനം വന്നു. അതിപ്പം പടർന്ന് പന്തലിച്ച് പൂത്തു. എനിക്ക് സന്തോഷം തരുന്നു. എല്ലാവർക്കും കാണുന്ന ആൾക്കാരുടെ സന്തോഷം, നല്ലൊരു സുഖമുള്ള, രാവിലെ എഴുന്നേക്കും നല്ല ഒരു മണവും. അത് ആദ്യമൊന്നും ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് കാണാൻ പറ്റില്ല ശരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഗം അങ്ങേ ഭാഗത്തായിപ്പോയി, ചെടികൾ പൂക്കളല്ല. അപ്പം ഇങ്ങനെയുള്ള സൗന്ദര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ആ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു, എനിക്ക് ഇതാ നിങ്ങളും കൂടി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര രസമായി. അപ്പോൾ എല്ലാവർക്കും അതൊരു സുഖം. പിന്നെ ഈ ഒരു അന്തരീക്ഷത്തിൽ അതും കൂടി കാണുമ്പോൾ ഭയങ്കര ഹാപ്പി, എല്ലാവർക്കും ഹാപ്പി. നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ അറിയാം, ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ ഒരു എല്ലാ പച്ചപ്പിനോടും ഒക്കെ താല്പര്യമുള്ള ഒരാളാണോ? തീർച്ചയായിട്ടും. ഞാൻ എന്തൊരു സാധനം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റേതായ ഒരു എന്താ പറയണ്ടേ ഒരു സാധനം ഉണ്ടാവും. നമുക്കൊരു ഇന്ന ആളാണ് ഇവരെ അതിലൊരു സാധനം ഉണ്ടാവും. എൻ്റെ ഒരു കയ്യൊപ്പ് അതിലുണ്ടാവും. എൻ്റെത് മാത്രമല്ല, എൻ്റെ ഭാര്യേൻ്റെയും എന്നെക്കാട്ടും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആളാണ്. അപ്പോൾ അവരെയും കൂടി ഉണ്ട്. അപ്പോൾ അവരെയും കൂടി ആകുമ്പോൾ സപ്പോർട്ടാകുമ്പോൾ നമ്മൾ നല്ല സുന്ദരമാക്കി വെക്കും. എപ്പോഴും വരുന്നവർക്കും എനിക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി. ഈ ഒരു മണിമുല്ല അല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? മണിമുല്ല എന്ന് പറയുന്നത് നമ്മളൊരു വീട്ടിൻ്റെ ഒരു സൗന്ദര്യം കൂട്ടുന്നു. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഞാനൊരു കുറേ കാലം സ്റ്റുഡിയോയിൽ നടത്തിയതാണ്. ഇപ്പോൾ കുറച്ച് സ്റ്റുഡിയോ ഒന്നുമില്ല, പക്ഷെ വർക്കെല്ലാം എടുക്കുന്നുണ്ട്. ഇന്നും ഉണ്ട് എനിക്ക് വർക്ക്. ഞാനിപ്പോഴും പോകാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ അപ്പോൾ വേറെ എന്താണെന്ന് ഇതിൻ്റെ അകത്തിപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ കാണുന്നില്ല ചെടികൾ, ബോഗൻവില്ല, ഇതെല്ലാം ഒരു ഈ ഡിസംബർ മാസമല്ലേ ഇങ്ങനെ ഒരു 2-3 മാസക്കാലം ഇങ്ങനെ ഉണ്ട്. അത് നല്ലൊരു സുഖമുള്ളതല്ലേ കാണുന്നവർക്കും. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നമ്മളെ വീടൊന്ന് നോക്കുമ്പോഴും പിന്നെ ഹോം സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവിടെ വന്ന് താമസിക്കുന്നവർക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജി അതൊരു ഭയങ്കര. അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് പുറത്ത് പോകണമെന്ന് തോന്നില്ല. അവർ ഇവിടുന്ന് ഇങ്ങനെ ആസ്വദിക്കുക. അത് കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം. പിന്നെ ഈ വീട്ടിൻ്റെ ഈ ലൊക്കേഷൻ, ഇതിൻ്റെ എന്താ പറയണ്ടേ ഈ പച്ചപ്പും ഇതിലെല്ലാം നമ്മൾ മനുഷ്യന്മാർ മാത്രമല്ല ഹാപ്പി. കണ്ടല്ലോ കുറേ പക്ഷിക്കൂടുകൾ, കുറച്ചൊന്നുമല്ലല്ലോ, വീട്ടിൻ്റെ അകത്തും കൂടെയുണ്ട്. ഇപ്പോഴും നിങ്ങൾ കണ്ടല്ലോ പക്ഷിനിയും കൂടും. പുറത്ത് തന്നെ 3-4 കൂട് ഇപ്പോൾ ഇറയത്തുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ചുറ്റുവട്ടത്തെല്ലാം പക്ഷിക്കൂട്, അത് നിങ്ങൾ കണ്ടല്ലോ. എല്ലാത്തിലും വൈകുന്നേരം ആകുമ്പോൾ ഈ പക്ഷികളെല്ലാം വന്ന് ചേക്കേറുന്ന കാണാനില്ലേ, അതൊരു സുഖ. എല്ലാം മറക്കും നമ്മൾ. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഇതും രണ്ടും കൂടി ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമോ? ഇല്ല, എൻ്റെ വീട് മാത്രം ഞാൻ നോക്കിയാൽ മതിയല്ലോ. ഇതിനെല്ലാം രാവിലെ ആകുമ്പോഴേക്കത്ത് കുറച്ചൊന്ന് വൃത്തിയാക്കി വെക്കും. പിന്നെ എങ്ങനെയാണ് ഈ നമ്മളെ ഗസ്റ്റെല്ലാം വരുമ്പോൾ അതിന് കണക്കായിട്ട് നീറ്റാക്കി വെക്കും. പക്ഷികളുടെ കാര്യം നമ്മൾ നോക്കണ്ടല്ലോ, അത് അവരെ നോക്കിക്കോളും. അവർക്ക് അവരെ സമയത്ത് അവർ പോയിക്കോളും. അവർക്കൊരു ഫുഡ് പോലും കൊടുക്കണ്ട. പക്ഷേ ഞാൻ അവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വന്ന് വെള്ളം കുടിക്കും. പല പക്ഷികളും വെള്ളം കുടിക്കൽ മാത്രമല്ല കുളിക്കും. അതെല്ലാം ഞാൻ അവിടെ എൻ്റെ ഇരിക്കുന്ന ആ ഏരിയയിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ആസ്വദിക്കും. അതുമാത്രമല്ല, എൻ്റെ ഇവിടെ വരുന്ന ആൾക്കാരും ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നാൽ പോകാൻ തോന്നില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇപ്പം നിങ്ങളല്ലാതെ പുറത്ത് നിന്ന് ആളുകൾ വരുന്നില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് ഈ പക്ഷികൾക്കെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? നോ, പക്ഷികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് പക്ഷികൾ മുട്ട വിരിഞ്ഞിട്ട് പിന്നെ പോകുന്നൊരു ലാസ്റ്റ് 2 ദിവസമുണ്ട്. ആ 2 ദിവസം ആകുമ്പോഴേക്ക് കൂട്ടിന് പുറത്ത് വന്നിരിക്കും കുട്ടികൾ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അത് അറ്റാക്ക് ചെയ്യാൻ വരും.
അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വരുന്ന ഗസ്റ്റുകളോട് തന്നെ ഞാൻ പറയാറുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവരെല്ലാം ഭയപ്പെടാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നേരെ കണ്ണിന് നേരെയാണ് കൊത്താൻ വരിക. അപ്പോൾ അത് ഞാൻ ആദ്യമേ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവരും ഒന്ന് ശ്രദ്ധിക്കും. ഈ വിരിഞ്ഞിട്ട് പോകുന്ന ഒരു 2 ദിവസം ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്, ഗസ്റ്റുകളൊന്നും വരണ്ടേ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചോളും, അത് ഞാൻ ശ്രദ്ധിച്ചോളും. വരുന്നവർ അങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് അത് മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയുള്ള പക്ഷികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷികൾ ഇവിടെ വന്ന് ഒരു പക്ഷിയും കൂടുതലല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ വരില്ലല്ലോ. അതിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ വർഷമായി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എപ്പോൾ വന്നാലും പക്ഷി ഉണ്ടാവും ഇവിടെ, അകത്ത് തന്നെ ഉണ്ടാവും. ഞാൻ തന്നെ വിചാരിക്കും ഇതിന് വേറെ പണിയൊന്നുമില്ലേ, എപ്പം മുട്ടയിടുക, വിരിയുക, പോവുക, അതാണ് അവസ്ഥ. മണിമുല്ലക്ക് എന്തെങ്കിലും വളങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ലില്ല, അതിന് പ്രത്യേകിച്ചൊന്നും ഞാൻ കൊടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ചെടികൾക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് മണിമുല്ലക്കും കൊടുക്കും. പിന്നെ അല്ലാണ്ട് എപ്പോഴൊന്നും വെള്ളം അതിൽ കണ്ടില്ലേ, നമ്മൾ ലോണെല്ലാം അതിൻ്റെ അകത്തുള്ള ആ വെള്ളം അതിന് കിട്ടും. അതിന് സ്പെഷ്യലായിട്ട് ഒഴിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതിന് നമ്മൾ ചാണകവും പിന്നെ പുണ്ണാക്കും കുറച്ച് വെള്ളവും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് പുളിപ്പിച്ചിട്ട് ഞാൻ ഈ ചെടികൾക്കെല്ലാം ഒഴിക്കുന്ന സമയത്ത് അതിന് ഒഴിച്ചു കൊടുക്കും. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല. ആ കൊടുത്തതിനുള്ള സന്തോഷമാണ് ഇപ്പം എന്നെ കാണിച്ചു തരുന്നത്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഞാൻ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഫാമിലിയിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് ഫാമിലിയിലുള്ളത്? ഫാമിലി ഭാര്യ, മോൻ, മകൻ്റെ ഭാര്യ, കൊച്ചുമോള്. ആരും ഇവിടെ നാട്ടിലില്ല, എല്ലാവരും പുറത്താണ്. ഭാര്യ ടീച്ചറാണ്, ഇതുവരെ ഖത്തറിലായിരുന്നു, ഇപ്പം ദുബായിലേക്ക് മാറിയിട്ടുണ്ട്, ഹെഡ് ടീച്ചറായിട്ട് പോയി. ഇപ്പോൾ ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ പോയിട്ട്. മകനും ഭാര്യയും ഇപ്പോൾ ഖത്തറിൽ തന്നെ. മകൻ ബിസിനസ് ചെയ്യുന്നു. മകൻ്റെ ഭാര്യ ഇതുവരെ ജോലി ചെയ്തതിനായിരുന്നു. ഇപ്പോൾ ചെറിയ മോളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അല്പം ഒന്ന് മാറി നിൽക്കുന്നു. എന്നാലും പിന്നെ അവിടെ ചെറിയ ബിസിനസ് അവർ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ. അങ്ങനെ അതെ. വൈഫിൻ്റെ പേര് സുമ, മോൻ്റെ പേര് നിർമ്മൽ, നമ്മൾ നിമ്മൂന്ന് വിളിക്കും. മോൻ്റെ ഭാര്യേൻ്റെ പേര് നീതു, കൊച്ചുമോളെ പേര് നില. കിണവക്കൽ നിന്നും ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനൊപ്പം തേജസ്വിനി മാരോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ.